അങ്ങനെ നിന്റെ അച്ഛനും പ്രതിമയായി. കാശ് കൊടുത്ത് മഹാനാവാന്ന് പറഞ്ഞ കട്ടപോറ് പരിപാടിയാണ്. അച്ഛന്റെ കാശ് കൊണ്ടല്ലേ, ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. എന്നാലും ജീവിതകാലം മുഴുവൻ ഈ മുഖം കാണണ്ടേ? ജീവിതകാലം മുഴുവൻ ഈ മുഖം ഞാനും കാണണ്ടേ? നിന്റെ അച്ഛന്റെ സ്റ്റാച്യു ഞാൻ വിട്ട്. ഹലോ, പ്രതിമയോ? എന്റെ ഈശ്വര, അച്ഛന്റെ പ്രതിമ കൊണ്ടുവരുന്നു. ഇനി അതും കാണേണ്ടി വരൂ. കുറുപ്പേട്ടൻ എങ്ങനെയുണ്ട്? അസലായിട്ടുണ്ട്. അങ്ങനെ നിന്റെ അച്ഛനും പ്രതിമയായി. കാശ് കൊടുത്ത് മഹാനാവാന്ന് പറഞ്ഞ കട്ടപോറ് പരിപാടിയാണ്. അച്ഛന്റെ കാശ് കൊണ്ടല്ലേ, ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. എന്നാലും ജീവിതകാലം മുഴുവൻ ഈ മുഖം കാണണ്ടേ? ജീവിതകാലം മുഴുവൻ ഈ മുഖം ഞാനും കാണണ്ടേ? നിന്റെ അച്ഛന്റെ സ്റ്റാച്യു ഞാൻ വിട്ട്. ഒന്ന് മറിക്കും ഇതെന്താ പ്രതിമ കാണാത്തവരെ? അഭിവാദ്യങ്ങൾ. എന്തുട്ട് ഇവന്മാരെന്തൊക്കെയാണ്? ടീച്ചറെ, കൃഷ്ണേട്ടനാ ഇതിന്റെ ശില്പി. നമസ്കാരം. കുറുപ്പേട്ടൻ പുള്ളിയെ സഹായിക്കാൻ വേണ്ടിയാ ഈ പ്രതിമയുടെ പണി ഏൽപ്പിച്ചു. കുറുപ്പേട്ടൻ്റെ വലിയ മനസ്സ്. ഇതിപ്പോ ഇവിടെ ആക്കേണ്ട കാര്യം അപ്പുറത്തെങ്ങാനും വെച്ചാ പോരെ? എടാ, കുടിച്ചു മരിച്ചവർക്കൊരു രക്തസാക്ഷിയായി, കുടിച്ചു മരിക്കാൻ പോകുന്നവർക്കൊരു പ്രകാശമായി കുറുപ്പേട്ടൻ ഇവിടെ വേണം. നിങ്ങളൊക്കെ കൂടി വീട് പിടിച്ച് അമ്പലമാക്കുവോ? നീ എങ്ങനെ വേണേലും കണ്ടോ. എന്നാ പിന്നെ ഒരു ഭണ്ഡാരം കൂടി ഒക്കെ പണിക്ക് പോകാതെ എനിക്കും ജീവിക്കാലോ. ഈ എനിക്ക് നിന്നോട് തർക്കിക്കാൻ വയ്യ. ഒരു കാര്യം കൂടി പറയാനുണ്ട്. കുറുപ്പേട്ടൻ പൈസയൊക്കെ തന്നിരുന്നു. പക്ഷേ ചെയ്തു വന്നപ്പോൾ കുറച്ച് അധികം ചെലവായി. എത്രയാ? ഒരു 12,000 രൂപ. അത് ഞാൻ തന്നേക്കാം. വളരെ ഉപകാരം. കുറുപ്പ് സാറിന്റെ അക്കൗണ്ടിൽ 3,21,000 രൂപയാണ് ബാലൻസ് എമൗണ്ട് ഉള്ളത്. അത്രേ ഉള്ളൂ? യെസ്, വൈഫാണ് നോമിനി. എപ്പോ വന്നാലും ബാലൻസ് എമൗണ്ട് വിഡ്രോ ചെയ്യാം. ശരി സർ. ഓക്കെ, താങ്ക് യു. ശരി. ഞാൻ മരിച്ചത് നന്നായിടോ. തനിക്കെപ്പോഴെങ്കിലും സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടല്ലോ. പക്ഷെ അനുമോൾ ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല. നീ ഉറങ്ങണല്ലേ? ഗിരീഷേട്ടൻ ഉറങ്ങിയിട്ടില്ലെന്ന് മനസ്സിലായി. അതിന് നീ എന്തിനാ ഉറങ്ങാതിരിക്കുന്നത്? ഇരുന്നല്ലേ പറ്റൂ, ഇവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണ്ടേ? ഞാനങ്ങും പോകുന്നില്ല, താൻ വന്ന് കിടക്ക്.